മെർച്ചന്റ് നേവിയിലെ ജോലിക്ക് കയറണം എന്നുള്ളത് നിങ്ങളുടെ ഡ്രീം ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഐസൈറ്റ് ഒക്കെ കറക്റ്റ് ആണോ? മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പാസ്സാവോ? എല്ലാ വർഷവും നിരവധി കുട്ടികളാണ് ഫീസൊക്കെ പേ ചെയ്തതിന് ശേഷം, അതോ ലക്ഷങ്ങൾ ഫീസൊക്കെ പേ ചെയ്തതിന് ശേഷം മെഡിക്കൽ ഫെയിലായി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കളർ ബ്ലൈൻഡ്നെസിനെ കുറിച്ചിട്ട്, ലേസിക് അലൗഡ് ആണോ അല്ലയോ എന്നുള്ളത്, ഐസൈറ്റിനെ കുറിച്ചിട്ട്, അതായത് മെഡിക്കലിലെ ഐസൈറ്റിന്റെ കറക്റ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട്, അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അപ്പൊ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മെർച്ചന്റ് നേവിയിലേക്ക് ജോലിക്ക് കയറണം എന്നുള്ളൊരു ഡ്രീം കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനൽ എന്തായാലും യൂസ്ഫുൾ ആവും. നമുക്ക് ആദ്യം നോക്കാം, മെർച്ചന്റ് നേവിയിൽ ഈ ഒരു മെഡിക്കലിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതും മെഡിക്കൽ ഇത്രത്തോളം സ്ട്രിക്റ്റ് ആവാനും കാരണം എന്താണെന്ന്. മെർച്ചന്റ് നേവിയിലെ ജോലി എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ജോലിയല്ല. നിങ്ങൾ ജോലി ചെയ്യുന്നത് കടലിന്റെ നടുക്കായിരിക്കും. സോ ആ ഒരു സമയത്ത് അവിടെ ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഇല്ല, ഹെവി മെഷീനറീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, ക്ലൈംബിംഗ് ലാഡേഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവാക്വേഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് DG ഷിപ്പിംഗ് ഈ ഒരു മെഡിക്കലിനെ ഇത്രയും സ്ട്രിക്റ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഐസൈറ്റ് റിക്വയർമെന്റ്സ് 2026 പ്രകാരം ഉള്ളത് നോക്കാം, ഡെക്ക് സൈഡിലേതും എഞ്ചിൻ സൈഡിലേതും. സോ നമുക്ക് ആദ്യം തന്നെ ഡെക്ക് സൈഡ് കോഴ്സസ് പറഞ്ഞു തുടങ്ങാം. അതായത് DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ്, ഇത്തരം കുറച്ച് കോഴ്സുകളെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡെക്ക് സൈഡിലേക്ക് വിഷൻ വേണ്ടത് 2 കണ്ണിലും 6/6 ആയിരിക്കണം. അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് അലൗഡ് അല്ല, ഗുഡ് ഫീൽഡ് വിഷൻ ഉണ്ടായിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ഡെക്ക് ഓഫീസേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഡെക്ക് സൈറ്റിലോട്ടേക്കാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു കളർ ബ്ലൈൻഡ്നെസിന്റെ കാര്യം ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്? കാരണം ഡെക്ക് ഓഫീസേഴ്സ് മസ്റ്റ് ആയിട്ടും ഐഡന്റിഫൈ ചെയ്യേണ്ട കുറച്ച് ലൈറ്റുകളും സിഗ്നൽസും ഉണ്ട്. നാവിഗേഷൻ ലൈറ്റ്സ്, അതുപോലെ സേഫ്റ്റി അലാംസ്, ബോയ് സിഗ്നൽസ്, ഫോട്ടോ സ്റ്റാർബോർഡ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റൂ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളർ ബ്ലൈൻഡ്നെസ് ഇല്ലാത്ത ഒരാൾ മാത്രമേ ഡെക്ക് സൈഡിലായി, അതായത് ഷിപ്പിൽ ഡ്യൂട്ടിക്ക് ആയി കഴിഞ്ഞാലും ഈ ഒരു കളർ ബ്ലൈൻഡ്നെസ് ഇല്ലാത്ത ആൾ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെക്ക് സൈഡിലോട്ടേക്ക് ജോലിക്ക് കയറാൻ ഒരിക്കലും സാധിക്കില്ല. കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് ഇഷിഹാര ടെസ്റ്റ്. അത് നമ്പർ പ്ലേറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. പിന്നെ വരുന്നത് ലാന്റേൺ ടെസ്റ്റ് ആണ്. അത് ലൈറ്റ് സിഗ്നൽ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. അതായത് ലൈറ്റ് സിഗ്നൽ റെക്കഗ്നൈസേഷൻ ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഈവൻ മൈൽഡ് ആയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ് ആണെങ്കിൽ പോലും ഡെക്ക് സൈഡിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്വാളിഫൈ ആവും. നെക്സ്റ്റ്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലെ ഈ ഒരു ഐസൈറ്റ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതില് സ്ലൈറ്റ്ലി റിലാക്സ്ഡ് വിഷൻ റൂൾസ് ആണ് വരുന്നത്. ഗ്ലാസസ് അലൗഡ് ആണ്, അതുപോലെ മൈനർ പവേഴ്സ് കാര്യങ്ങളൊക്കെ അലൗഡ് ആണ്. സീവിയർ ആയിട്ടുള്ള വിഷ്വൽ ഇമ്പയർമെന്റ് ഒന്നും അലൗഡ് ചെയ്യുന്നതായിരിക്കും. കളർ ബ്ലൈൻഡ്നെസ്സും ഇവിടെ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് ഷിപ്പിലെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ ആയിക്കഴിഞ്ഞാൽ പോലും ജോലിക്ക് കയറാൻ സാധിക്കില്ല. ടെക് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഐസൈറ്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ളതാണ് റൂൾസ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ്, നമുക്ക് കമന്റിലായാലും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ആയിക്കഴിഞ്ഞാലും കോമൺ ആയിട്ട് കണ്ടിന്യൂസ്ലി വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഗ്ലാസ് ഒക്കെ വെയർ ചെയ്തിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതായത് ഗ്ലാസ് ഒക്കെ വെയർ ചെയ്യുന്ന ഒരാളാണ്, സോ മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. സോ സാധിക്കും, പക്ഷേ ആ ഒരു പവർ ലിമിറ്റ് എന്ന് പറയുന്നത് അവർ പറയുന്ന ഒരു ആക്സെപ്റ്റഡ് റേഞ്ചിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് വെയർ ചെയ്തുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് ഓരോ കമ്പനീസ് പറയുന്നു. അല്ലെങ്കിൽ DG ഷിപ്പിംഗിന്റെ റൂള് പ്രകാരം ഒരു പവർ ലിമിറ്റ് വരുന്നുണ്ടാവും. ആ ഒരു വിത്തിൻ ആ ഒരു പവർ ലിമിറ്റിലാണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നതെങ്കിൽ ക്ലാസ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലേസിക്കിന്റെ കാര്യം. ലേസിക് സർജറി ഒക്കെ ചെയ്തിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. സോ ലേസിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അലൗഡ് ആണ്. അതൊരു റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 6 to 12 months ഒക്കെ ആയിരിക്കും. സോ ആ ഒരു റിക്കവറി പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഷിപ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ സാധിക്കൂ. പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കേസസ് ഒന്നും അലൗഡ് ചെയ്യുന്നതായിരിക്കില്ല. ലേസിക്കിന്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ ലേസിക് സർജറി ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല. അത് ഒബ്വിയസ്ലി എന്തായാലും അത് ചെക്ക് ചെയ്തിരിക്കും. സോ നിങ്ങളായിട്ട് അത് ഹൈഡ് ചെയ്യാൻ പാടില്ല.
നെക്സ്റ്റ് പറയുന്നത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമായിരിക്കും, എന്തൊക്കെ ടെസ്റ്റ് ആണ് ഈ ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്നുള്ളത്. ഹൈറ്റ് വെയിറ്റ് ചെക്ക് ചെയ്യും, അത് BMIയുടെ റേഞ്ചിലുള്ളതായിരിക്കണം. ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യും, BP ചെക്ക് ചെയ്ത് നോക്കും, ഹാർട്ട് കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് ECG നോക്കും, ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കും. പിന്നെ വരുന്നത് ഡെന്റൽ ചെക്ക് ചെയ്യും, ബ്ലഡ് ചെക്ക് ചെയ്യും, അതായത് ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കും, ഷുഗർ ഉണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്യും, ഹേർണിയ ടെസ്റ്റ് ചെയ്യും, ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും, സൈക്കോളജിക്കൽ ഫിറ്റ്നസ് നോക്കും. ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ജോയിനിങ്ങിനെ ഡിലേ ചെയ്തേക്കാം. അതുകൊണ്ടാണ് പ്രീ മെഡിക്കൽ ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. ഇനി റിജക്ഷന് കാരണമായിട്ടുള്ള കുറച്ച് കോമൺ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കളർ ബ്ലൈൻഡ്നെസ്, ഹൈ BP, ഫ്ലാറ്റ് ഫുട്ട്, അത് സീവിയർ കേസസ് ആണെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് ഫുട്ടിന്റെ ഇഷ്യൂ, അതുപോലെ ഹിയറിംഗ് പ്രോബ്ലംസ്, ക്രോണിക് ആയിട്ടുള്ള ആസ്മ, ഹേർണിയ, സീവിയർ ഒബ്സിസിറ്റി, മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ് ജോയിനിങ് ഡിലേ ആവാനും അല്ലെങ്കിൽ റിജക്ഷൻ ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള റീസൺസ്. മെഡിക്കൽ ടെസ്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്, എവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അണ്ടറിൽ നിന്ന് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. മെഡിക്കൽ ടെസ്റ്റിന്റെ കോസ്റ്റ് വരുന്നത് ഒരു മിനിമം ഒരു 6,000 to 20,000, അത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും. കോസ്റ്റ് കുറവാന്നൊക്കെ കരുതിയിട്ട് ഒരു കാരണവശാലും DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് അല്ലാത്ത അൺഅപ്രൂവ്ഡ് ഡോക്ടേഴ്സിൽ നിന്നൊന്നും ഈ ഒരു മെഡിക്കൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഫൈനലി പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് നിങ്ങൾ ഫീസ് പേ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഹോസ്റ്റൽ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ, ലോണാണ് അത് എടുക്കുന്നതിന് മുന്നേ, കോച്ചിങ്ങിന് എന്തെങ്കിലും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് ചെക്ക് ചെയ്യണം, BMI നോക്കണം, ഫുൾ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ഒന്ന് ചെയ്തിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ സേവ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ Instagram ID ഞാൻ മെൻഷൻ ചെയ്യാം, അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ എല്ലാ മെസ്സേജസിനും അതുപോലെ എല്ലാ കമന്റ്സിനും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഏതെങ്കിലും മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.